ഹലോ ഗൈസ്, പെരുന്നാൾ ഡ്രസ് പർച്ചേസിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെട്ടാമിട്ട നഖവും വെട്ടി തൊപ്പിയും ഇട്ട ഗോളിങ്ങും ഇട്ട ഷോപ്പിങ്ങിലേക്ക് അതിരാവിലെ ഇറങ്ങിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ല ഇവിടെ. ആദ്യം എടുക്കുന്നത് വെള്ളിപ്പക്കുള്ള ഡ്രസ്സാണ്. ഇതിലേത് സെലക്ട് ചെയ്യും? എല്ലാം ഒന്നിനൊന്നും മെച്ചം. ഇനി അടുത്ത ടാസ്ക് ഈ കൂട്ടിയിട്ടിരിക്കുന്ന മുണ്ടുകൾക്കിടയിൽ നിന്ന് ഷർട്ടിന് യോജ്യമായിട്ടുള്ള ഒരു മുണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. പിന്നെ നേരെ വെച്ചുപിടിക്കുന്നത് ഈ ഡമ്മികളിൽ തൂക്കിയിരിക്കുന്ന സാരിയും നോക്കിയാണ്. അതെ, ഉമ്മമ്മക്കൊരു സാരി. ഉമ്മ തിരിച്ചും മറിച്ചും നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ നേരെ വെച്ചുപിടിച്ചു അബായ സെക്ഷനിലേക്ക്. നീണ്ടു നിവർന്നു കിടക്കുന്ന കറുത്ത പർദ്ദകൾക്കിടയിൽ നിന്ന് കളർഫുൾ ആയിട്ടുള്ള ഒരു അബായ ഞങ്ങൾ തിരഞ്ഞെടുത്തു. കാരണം ഉമ്മമ്മക്ക് അതാണ് ഇഷ്ടം. വീണ്ടും കാർഡാക്കി ഞാൻ പോകുന്നത് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആഹാ, എന്താ തിരക്ക്! എവിടുന്ന് എടുക്കും, എവിടുന്ന് തുടങ്ങും? വീണ്ടും ഞാൻ നോക്കി, അതാ ഒരു ചേട്ടൻ നിൽക്കുന്നു. പക്ഷെ ചേട്ടൻ വളരെ തിരക്കിലാണ്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഒറ്റക്കന്നെ ഓരോന്നായി സെലക്ട് ചെയ്തു തുടങ്ങി. പിന്നെ ഈ ഒരു ചേട്ടൻ സൂപ്പർ ആണ് കേട്ടോ. ഈ ചേട്ടനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഐഡിയക്ക് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സസ് തിരഞ്ഞെടുത്ത് തന്നത്. സെലക്ട് ചെയ്ത് ഡ്രസ്സ് തെരഞ്ഞെടുത്ത് ഇനി ഞാൻ പോകുന്നത് എല്ലാരെയും ഉന്തിത്തള്ളി എങ്ങോട്ടാണ്? അതെ, ട്രയൽ റൂമിലേക്കാണ്. അവിടെ എത്തും മുന്നേ തന്നെ നമ്മൾ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം. എങ്ങനെ ആദ്യം കേറിപ്പറ്റാം, അതാണ് ഇവിടെ കാണുന്നത്. അടുത്തതായി ഉമ്മയുടെ സൽവാർ സെക്ഷൻ. അവിടുന്ന് ഓരോന്നായി വാരി എറിഞ്ഞിട്ടും എന്റെ ഉമ്മക്ക് ഒന്നുപോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ സാധിച്ചു. അങ്ങനെ ബില്ലും കൂടി കിട്ടിയപ്പോ എന്റെ ഉമ്മന്റെ മനസ്സ് നിറഞ്ഞു. സാധനം കൊണ്ട് നേരെ വെച്ച് പിടിച്ചത് SM സ്ട്രീറ്റിലേക്ക്. ഇനി പോകുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്, മാക്സി സെന്റർ. ഇവിടെ ആളുകളുടെ തിരക്ക് കണ്ടാൽ വിചാരിക്കും എല്ലാം വെറുതെ കൊടുക്കുകയാണെന്ന്. അവിടുത്തെ പർച്ചേസിംഗ് കഴിഞ്ഞ് നേരെ പോയത് എന്റെ ചെരുപ്പ് എടുക്കാനാണ്. ഷൂസ് സെക്ഷൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷേ ആകെ കൺഫ്യൂഷനാണ്. ആ മുഖം കണ്ടോ നിങ്ങൾ? യെസ്, ഒന്ന് കിട്ടി. അതാ ഞാൻ ഇട്ടു നോക്കുന്നു. വീണ്ടും വേറെ ഷോപ്പിലേക്ക്. അവിടുന്നും ഞാൻ ഇട്ടു നോക്കുന്നു, വേറെ. ആഹാ, എന്തൊരു സുഖം! നോമ്പ് പിടിച്ച് ഈ ക്ഷീണത്തിൽ നോക്കുന്ന എന്നെ സമ്മതിക്കണം. ഫൈനലി ഞാൻ 2 ഷൂ എടുത്തു. അതാണ് രണ്ടും 2 കാലിൽ കിടക്കുന്നത്. ഇതിൽ ഏതെടുക്കണം? എനിക്ക് ആകെ കൺഫ്യൂഷൻ. ഫൈനലി ഞാൻ അതും തീരുമാനിച്ചിരിക്കുന്നു. ഇത് മതി. പിന്നെ ഈ ഇരുത്തം കണ്ട നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ആകെ നോമ്പ് പിടിച്ച് ക്ഷീണം പിടിച്ചിട്ടുള്ള തലവേദന എടുത്തിട്ടുള്ള ഇരുത്തം. പർച്ചേസിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയ എനിക്ക് പിന്നീടൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ നല്ല മയക്കത്തിലായിരുന്നു. ആ സമയം കൊണ്ട് നോമ്പ് തുറക്കാനുള്ള മന്തി എത്തി. ഉമ്മ മിൽക്ക് സർബത്ത് ഉണ്ടാക്കി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ മിൽക്ക് സർബത്ത്, ഓറഞ്ച്, മന്തി, പെരി പെരി ചിക്കൻ.